നമ്മളിന്ന് നോക്കാൻ പോകുന്നത് PSC കഴിഞ്ഞ കാലങ്ങളിൽ പുല്ലിംഗം സ്ത്രീലിംഗം എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ചോദ്യം, പുല്ലിംഗ ശബ്ദം എഴുതുക. സ്നുഷ. ഓപ്ഷൻ എ സ്നുഷൻ, ബി ജാമാതാവ്, സി ദൗഹിത്രൻ, ഡി ഭാഗിനേയൻ. സ്നുഷയുടെ പുല്ലിംഗ ശബ്ദമാണ് ചോദിച്ചത്. എല്ലാവരും ഉത്തരം ശരിയാക്കി എന്ന് വിചാരിക്കുന്നു. സ്നുഷ പുല്ലിംഗ ശബ്ദം ജാമാതാവ്. സ്നുഷ പുല്ലിംഗ ശബ്ദം ജാമാതാവ്. അടുത്ത ചോദ്യം പറയുകയാണ്, എതിർലിംഗം എഴുതുക. ഭൃത്യ. ഓപ്ഷൻ എ യജമാനൻ, ബി മന്നവൻ, സി ഭൃത്യൻ, ഡി ഭ്രാതാവ്. നിങ്ങൾ ഉത്തരം എഴുതുക, അതിനുശേഷം ആൻസർ നോക്കുക. ആൻസർ വരുന്നത് ഭൃത്യ എതിർലിംഗം ഭൃത്യൻ. ഭൃത്യ എതിർലിംഗം ഭൃത്യൻ. ഭൃത്യ സ്ത്രീലിംഗവും ഭൃത്യൻ പുല്ലിംഗവുമാണ്. അടുത്ത ചോദ്യമാണ്, സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻസ് എ സുധി, ബി സുധ, സി സുധിനി, ഡി സുത്യ. സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ്. ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം സുധ. സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം സുധ. അടുത്ത ചോദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എത്രയോ വട്ടം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. കവിയുടെ സ്ത്രീലിംഗ പദം ഏത്? ഓപ്ഷൻസ് എ കവയിത്രി, ബി കവിയത്രി, സി കവയത്രി, ഡി കവിയിത്രി. ശ്രദ്ധിച്ചെഴുതുക, തെറ്റാൻ ചാൻസ് ഉണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ കവയിത്രി. ഇത് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ള ചോദ്യത്തിനും വരാറുണ്ട്. കവയിത്രി എന്നാണ് ശരിയായ രീതിയിൽ പറയുക. കവിയുടെ സ്ത്രീലിംഗം കവയിത്രി. അടുത്ത ചോദ്യം നോക്കുന്നത്, വൈരി സ്ത്രീലിംഗം കണ്ടെത്തുക. ഓപ്ഷൻസ് എ വൈരിണി, ബി വൈരാഗി, സി വൈരത്തി, ഡി വൈര. വൈരി സ്ത്രീലിംഗം. ഓപ്ഷൻ എ വൈരിണി, ബി വൈരാഗി, സി വൈരത്തി, ഡി വൈര. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ വൈരിണി. വൈരി സ്ത്രീലിംഗം വൈരിണി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒക്കെ ഒരുപാട് ബൈഹാർട്ട് പഠിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ല മെത്തേഡ് ഈ PYQ പഠിച്ചു പോകുന്നതാണ്. PSC അധികവും ആവർത്തിച്ച് തന്നെയാണ് ഇത് ചോദിക്കാറുള്ളത്. സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. ഓപ്ഷൻ എ നേതി, ബി നേത്രാരി, സി നേത്രി, ഡി ഇതൊന്നുമല്ല. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നേത്രി, നേത്രാരി, നേത്രി ഇതൊന്നുമല്ല. ആൻസർ കിട്ടി വിചാരിക്കുന്നു. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം നേത്രി. ഒത്തിരി PYQ തന്നെ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ആൻസറുകൾ. ആവർത്തിച്ച് നോക്കിയാൽ ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. അത് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? ഓപ്ഷൻ എ കർഷകി, ബി കർഷിക, സി കർഷിണി, ഡി കർഷക. ആൻസർ ഓപ്ഷൻ ഡി കർഷക. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കർഷക. PSC ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് ഞാൻ കൊടുത്തത്. ഇനി അടുത്ത ചോദ്യം, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. ഇതും നമ്മളെപ്പോഴും കണ്ടുമടുത്ത ചോദ്യമാണ്. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. ഓപ്ഷൻസ് എ വിദുതി, ബി വിടുതി, സി വിദുഷി, ഡി വാർധി. ചോദ്യം ഓപ്ഷനൊക്കെ എളുപ്പമാണ്. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം വിദുഷി. വിദ്വാൻ വിദുഷി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? ഓപ്ഷൻസ് എ മഹതി, ബി നേത്രി, സി നായിക, ഡി നായകി. നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നായിക. ഇവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് നായകിയും നായികയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ നായിക. നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാം. അവതാരകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്ത്? ഓപ്ഷൻസ് എ അവതാരിക, ബി അവതാരക, സി അവതാരകി, ഡി അവതാരിത. ഇത് ഭയങ്കര ഓപ്ഷനാണ്. ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓപ്ഷനിൽ കുഴക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ആൻസർ പറയാണ് ഓപ്ഷൻ ബി അവതാരക. അവതാരകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം അവതാരക. ഇത് നോക്കി വെക്കുക കേട്ടോ, ഇനിയും ചോദ്യങ്ങൾ വരും. തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി വേറൊരു ടോപ്പിക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് വരാം. നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഊർജ്ജമായിരിക്കും. അപ്പോൾ അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ കൂടുതൽ PYQ സെറ്റുകൾ നോക്കാൻ പോകുന്നുണ്ട്. ഇനി എക്സാമുകൾ അധികം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.